നിങ്ങളുടെ ഡി പി ഒക്കെ അടിപൊളിയാണ് മഞ്ചത്തി. സത്യം. പാവങ്ങളല്ലേ ജീവിച്ചു പോട്ടെ. വെറുതെ പറയാ. നല്ല ലുക്കാ കാണാൻ. ഫോട്ടത്തിലുള്ള നേരിട്ട് കാണുമ്പില്ല. എന്താ നേരിട്ട് കാണുമ്പില്ലാത്ത? ഫോട്ടത്തിൽ അങ്ങനെ ലുക്കൊക്കെ കൊടുക്കണല്ലേ, ആരെങ്കിലും ഒന്ന് കണ്ടോട്ടെ വിചാരിച്ചിട്ട്. നേരിട്ട് കാണുമ്പോ ആ ലുക്കൊക്കെ പോവോ? ആ ലുക്കൊന്നും ഉണ്ടാവില്ല, നേരിട്ട് കാണുമ്പോ ലുക്കൊന്നും ഇല്ല. അതൊക്കെ ചുമ്മാ. അതുകൊണ്ടല്ലേ ഇവിടെ അത് എടുത്തത്. ലുക്ക് ഉണ്ടെങ്കിൽ ഇപ്പൊ എവിടെങ്കിലൊക്കെ എത്തിയിട്ടുണ്ടാവില്ലേ? എന്താ ലുക്ക് ഉണ്ടെങ്കിൽ എവിടെങ്കിലൊക്കെ എത്തിയിട്ടുണ്ടാവില്ലേ? ലുക്ക് ഇല്ലാത്തോണ്ടല്ലോ ഇവിടെ വന്ന് വരുന്നത്. അവിടെ ദുബായില് ഒരുപാട് പേരുണ്ടാവില്ലേ വായി നോക്കാൻ. വായിലോക്കണ വഴി എന്തേ വായി നോക്കൂടെ? എന്താ പിന്നെ അതിന് നാട്ടിലുണ്ടോ വായിലൊക്കെ നടന്നോ? ഇവിടെ വരണം വായിലോക്കാൻ. അവിടെ പണി നടക്കും വായി നോക്കാൻ നടക്കും, രണ്ടും നടക്കൂലേ? ഇവിടെ വായിലൊക്കെ നടക്കില്ല. ഇവിടെ ഇതിനുള്ളിലല്ലേ, ഇതിനുള്ളിൽ പാര വായിലൊക്കെ. പുറത്തു പോറില്ലേ? അപ്പൊ ലവ് ഒന്നും പ്രേമൊന്നും ഇല്ല, സെറ്റ് ആയിട്ടില്ല. അതൊന്നും ശാശ്വതല്ല. അതൊന്നും എനിക്ക് അറിയാത്തോണ്ടാ. എന്നാലും പ്രേമൊക്കെ ഉണ്ടാവൂലേ ആർക്കായാലും. എന്നെ ചെന്നൊരു പ്രേമിച്ചൊരു കല്യാണം കഴിക്കാത്തേ? ഞാനോ? കല്യാണം എന്തിനു കുറച്ചും കൂടി കഴിയട്ടെ, എന്തിന് ധൃതി? പ്രേമിക്കാനൊക്കെ എന്തേ പ്രേമം ഒരു വേറെ സുഖം. എനിക്ക് പറഞ്ഞ അത് ഈ കള്ളന്മാരൊക്കെ പറയും പ്രേമം വേറെ സുഖം, കല്യാണം വേറെ സുഖം പറഞ്ഞിട്ട്. കള്ളന്മാരൊന്നും നീ പ്രേമിച്ചിട്ടുണ്ടാ? ഞാൻ പ്രേമിച്ചിട്ടില്ല. അതുകൊണ്ടാ എനിക്കറിയാത്ത. പ്രേമിച്ച് നോക്കപ്പോ അറിയാം. ഞാൻ പ്രേമിക്കില്ല. എനിക്ക് പ്രേമിക്കാൻ ഒരു ഹസ്ബൻഡുണ്ട്, 3 കുട്ടികളുണ്ട്. അതല്ല പ്രേമം. അത് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ളത് അതല്ല. നമുക്കൊരു സങ്കടവും സന്തോഷമൊക്കെ പങ്കുവെക്കാൻ ഒരാള് വേണം. അതൊരു കാമുകനായിട്ട് ഒരാളുണ്ടാവുന്നത് ഒരു സുഖാണ്. അല്ല ഞാൻ ഉദാഹരണമായിട്ട് ഈ കല്യാണം കഴിച്ച് അത് പാടില്ലല്ലോ, ഞാൻ ഒഴിവാക്കിയിട്ടില്ലല്ലോ ഒരാളെ. ഞാൻ കല്യാണം കഴിച്ചാലും ഇങ്ങനെ തന്നെയല്ലേ സംസാരിക്കുള്ളൂ. ഞാൻ കല്യാണം കഴിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ തന്നെയല്ലേ സംസാരമുള്ളൂ. പിന്നെന്ത് പ്രത്യേകത ഉണ്ട്? ദേഷ്യം പിടിക്കാണ്ട് ഞാനേ നേരിട്ടുണ്ടെങ്കിൽ മുഖത്തും സന്ദേശം എന്തിന്? നമുക്ക് വട്ടോ? അനക്കടി വട്ട് കോപ്പ ചുമ്മാ ഓരോന്ന് പറയാൻ. വലിയ മഞ്ചത്തിന്റെ ഡീപിയും വെച്ചിട്ട് ആദർശം പറയാ. അതാണ് കണ്ടിട്ട് എത്ര ആൾക്കാര് മെസ്സേജ് വരുന്നുണ്ടോ? ആണോ? ആൾക്കാരെയോ കിട്ടിട്ടുണ്ടാ? കൊറേ ആൾക്കാര്. പിന്നെ എത്ര ആൾക്കാരുണ്ട്. അപ്പൊ കൊറേ ഫ്രണ്ട്സ് ഉണ്ടല്ലേ? ഞാൻ എന്നോട് സംസാരിക്കുന്ന ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. ഞാൻ ആർക്കും റേപ്പോട്ടില്ല. ഒക്കെ ഓരോ കോപ്പ് ചോദ്യങ്ങൾ ചോദിച്ചു വരും. ഞാൻ അപ്പത്തിനും ബ്ലോക്കാക്കിയതും ചെയ്യും. പിന്നെന്താ എന്നോട് സംസാരിച്ച? ഇതിപ്പോ ഞാൻ എന്റെ സങ്കടം കണ്ടപ്പോ ഒന്ന് സംസാരിച്ചു നോക്കാൻ ചോദിച്ചിട്ടിരിക്കാണ്. പിന്നെ എന്റെ സ്നേഹിച്ചൊക്കെ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞപ്പോ ആരൊക്കെ എത്ര ആൾക്കാർ കയ്യിൽ നിന്ന് വിട്ടുപോയി എന്ന് അറിയാനുള്ള വെച്ചിട്ട് വിളിച്ചാണ്. ആയിക്കോട്ടെ. അങ്ങനെ നമ്മുടെ സങ്കടം അറിയാൻ ഒരാളായല്ലോ എനിക്ക്. എന്താ പറയാ, വേണ്ട കല്യാണം കഴിക്കാത്തൊരു പെൺകുട്ടീനെ സ്നേഹിക്കാം, എന്നിട്ട് അതിനെ കല്യാണം കഴിക്കാം. അപ്പൊ എന്തൊരു എൻജോയ് ആവും. കല്യാണം കഴിഞ്ഞവര് പ്രേമിച്ച എൻജോയ് ആവൂലേ? കല്യാണം കഴിച്ച എനിക്ക് എന്താ എൻജോയ് തൊഴില്ല. പ്രേമല്ല ഒരേപോലെ അടി പോണം. കെട്ടാൻ മാത്രമുള്ളതല്ല പ്രേമം, അത് കുറച്ച് എൻജോയ്മെന്റ് അതൊക്കെ വേണം. അപ്പോൾ നമ്മളിങ്ങനെ പ്രേമിക്കും. അത് ആരെ കിട്ടുന്നവരെ പ്രേമിക്കും. ഈ കാസർഗോഡ് തറക്ക് വഴിയില്ല. എന്തേ
കല്യാണം കഴിക്കാത്തടാ. ഇടി കല്യാണം ഞങ്ങൾ നോക്കട്ടെ പെണ്ണിനെ. എനിക്ക് വേണ്ട. എന്നിട്ട് വേണം എന്റെ നാട്ടിൽ വന്നിട്ട് ഞാൻ ആ പെണ്ണിന് പകരം നിന്നെ കണ്ടിട്ട് നിന്റെ ബാക്കിന്ന് വരാൻ. എങ്ങനെ ഞങ്ങൾ നടന്ന് പ്രേമിച്ച് സെറ്റാക്കി തരാം. കല്യാണം കഴിക്കാത്തവരെ പ്രേമിച്ചാലുണ്ടല്ലോ തലയിലാവും. കല്യാണം കഴിച്ചവര് പ്രേമിച്ചാൽ പേടിക്കണ്ട. അത് പിന്നെ തലയിലാവൂലല്ലോ. കെട്ടാനോ കെട്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കൂലല്ലോ. പിന്നല്ലാണ്ട്